നമസ്കാരം. തലതിരിഞ്ഞ തീവ്രവാദ ചിന്തകളിലേക്ക് സ്വാഗതം. പേജർ ആക്രമണവും വാക്കി ടോക്കി ആക്രമണവും കഴിഞ്ഞിട്ട് 3-4 ദിവസമായി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ലോകത്തുള്ള പത്രക്കാർക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. BBC അടക്കമുള്ള പത്രക്കാർ തൈവാനിൽ പോയി ഗോൾഡ് അപ്പോളോ തിരക്കി. തൈവാൻകാർ പറഞ്ഞു, ഈ ഗുണ്ട് ഹംഗറിയിലാണ് നിർമ്മിച്ചിരിക്കാൻ സാധ്യത. ഹംഗറിയിലെ BSC കൺസൾട്ടിംഗ് കമ്പനി തിരക്കി ചെന്നപ്പോൾ അവിടെ കണ്ടത് ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ ഒരു മുറിയും ഒരു കൊച്ചു ബോർഡും മാത്രമാണ്. പിന്നെ കിട്ടിയത് റെൻസൺ ജോസിനെയാണ്. കണ്ണൂർ അടുത്തായതുകൊണ്ട് അദ്ദേഹത്തിന് കൊച്ചു ബോംബൊക്കെ ഉണ്ടാക്കാൻ അറിയുമായിരിക്കും. പക്ഷേ ടെക് ഗുരു എന്നൊരു ബോർഡ് ഒക്കെ ഉണ്ടെങ്കിലും പേജർ ഉണ്ടാക്കാനും അതിനുള്ളിൽ വെടിമരുന്ന് നിറയ്ക്കാനുമുള്ള ബുദ്ധിയൊന്നും റിൻസന് ഉണ്ടായിരിക്കില്ല. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്ന ചിന്ത മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരിക്കാനിടയുള്ളൂ. ലോകത്തുള്ളവർ എല്ലാവരും തലകുത്തി ചിന്തിച്ചിട്ടും ഇതിൻ്റെ ടെക്നോളജി ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. എന്തുതരം വെടിമരുന്നാണ് വെച്ചതെന്ന് കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി, യഹൂദൻ്റെ തലയ്ക്കുള്ളിൽ ആൾതാമസമുണ്ട്. ലോകത്തിന് മനസ്സിലാക്കാത്ത പല ടെക്നോളജിയും അവർ ഇനിയും ഉണ്ടാക്കും എന്ന് ചുരുക്കം. ആൽബർട്ട് ഐൻസ്റ്റീനും സുക്കൻബർഗും ഐസക് അസിമോവും ആ ഇനത്തിൽപ്പെടുമല്ലോ. നല്ല തലയുള്ള എല്ലാ ടെക്കികളും അവിടെ നിന്നാണ് വരുന്നത്. ഇങ്ങനെയുള്ള പല അത്ഭുതങ്ങളും അവർ ഇനിയും കണ്ടുപിടിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാളികളുടെ കൈവശമായിരുന്നു പേജർ ഉണ്ടായിരുന്നത്. അനുയായികൾക്കും അനുഭാവികൾക്കും അത് കിട്ടിക്കാണില്ല. അവർക്ക് ലഭിച്ചത് ഭയമാണ്, ഭീകരമായ ഭയം. ഗുരുതരമായി പരിക്കേറ്റവരും അവർ തന്നെ. ഹിസ്ബുള്ള അണ്ണന്മാർ പേജറുകൾ ബെൽറ്റിലും ജീൻസിൻ്റെ പോക്കറ്റിലും ഇട്ടാണ് നടന്നിരുന്നത്. അതുകൊണ്ട് കൂടുതൽ പേരുടെയും കിടുങ്ങാമണി പോയി. അടുത്ത് നിന്ന കുട്ടികളുടെ തലയിലും പരിക്ക് പറ്റി. മെസ്സേജ് വായിച്ചുകൊണ്ടിരുന്ന പലരുടെയും കണ്ണ് നഷ്ടപ്പെട്ടു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെയെല്ലാം തല്ലിക്കൂട്ടി ഇനിയും പഴയതുപോലെ സംഘടന ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അത് പ്രായോഗികമായി നടക്കുന്ന കാര്യം ഇപ്പോഴല്ല. കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് ഹിസ്ബുള്ളയുടെ നേതൃത്വം അണികളോട് പറഞ്ഞിരുന്നു. അതിനുശേഷം അവർ മൊബൈലുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും പകരം കമ്മ്യൂണിക്കേഷന് വേണ്ടി പേജറുകൾ ഉപയോഗിക്കുകയും ചെയ്തു. പേജറുകൾ ഉപയോഗിക്കുകയും 5000 പുതിയ പേജറുകൾ വാങ്ങാൻ തീരുമാനിക്കുകയും ചെയ്ത കാര്യം കൃത്യമായി ഇസ്രയേൽ അറിഞ്ഞു എന്നാണ് നാം കരുതേണ്ടത്. അതിനുശേഷം ഓർഡർ കിട്ടിയ കമ്പനിയിൽ നിന്ന് ഡിവൈസിൽ മാനിപ്പുലേഷൻ ചെയ്ത് പേജറിന് പകരം അതൊരു ലൈവ് ബോംബാക്കി അയച്ചു കൊടുക്കുന്ന തരം ബ്രില്യൻസ് ഉണ്ടല്ലോ, അത് ലോകോത്തരം തന്നെയാണ്. കാര്യമായി ചിന്തിച്ചാൽ വലിയൊരു രഹസ്യം കൂടി പുറത്തു വരും. ഹിസ്ബുള്ള പേജർ വാങ്ങാൻ തീരുമാനിക്കുന്നു. രഹസ്യമായി പേജർ നിർമ്മിക്കുന്ന കമ്പനികളെ കരാർ ഏൽപ്പിക്കുന്നു. കിട്ടിയിരിക്കുന്നത് ഇസ്രയേലിലെ മൊസാദിന് തന്നെയായിരിക്കാം. ഈ പേജറുകളെല്ലാം തന്നെ മൊസാദാണ് നിർമ്മിച്ചത് എന്ന് നമുക്ക് സംശയം തോന്നും. കാര്യങ്ങളുടെ ഇപ്പോഴത്തെ കിടപ്പ് നോക്കിയാൽ അങ്ങനെയും നമുക്ക് ചിന്തിക്കാൻ കഴിയും. അപ്പോൾ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത്, ഏത് ഡിവൈസ് ഉപയോഗിക്കണം, ഏത് ഉപയോഗിക്കരുത് എന്ന് കൺഫ്യൂഷനിലാണ് ഹിസ്ബുള്ളയുടെ അണികൾ. അതേപോലെ തന്നെ ലോകം മുഴുവനുള്ള തീവ്രവാദികളും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന കൺഫ്യൂഷനിലാണ്. അത്ര പെട്ടെന്നൊന്നും അവർക്ക് റീഗ്രൂപ്പ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് ആത്യന്തികമായ സത്യം. ഹിസ്ബുള്ള എന്ന സംഘടനയുടെ പ്രധാന പ്രവർത്തകരെയെല്ലാം കണ്ടുപിടിക്കാൻ മൊസാദിന് വളരെ എളുപ്പമാണ്. ബെയ്റൂട്ടിലെ ആശുപത്രികളിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന എല്ലാവരും ഹിസ്ബുള്ളക്കാരാണ്. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ ആദ്യത്തെ 3000 പേർ ആരെന്ന് ഇപ്പോൾ കൃത്യമായി ഇസ്രയേലിന് മനസ്സിലായി. ലോകത്തെ എല്ലാവർക്കും മനസ്സിലായി. ലെബനിലെ ആശുപത്രികളിൽ പോയി പേഷ്യൻ്റ് ലിസ്റ്റ് എടുത്താൽ മാത്രം മതി അവർക്ക്. ആ സംഘടനയുടെ പ്രധാന പ്രവർത്തകർ പരിക്കേറ്റ് മരിച്ചു മാറുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞത് 1 വർഷത്തേക്കെങ്കിലും മന്ദഗതിയിലാകും. ഇസ്രയേലിനെ ശക്തമായി ആക്രമിക്കും എന്ന് രസത്തിന് പറയാം. അണികൾക്ക് ഊർജം കിട്ടും. പക്ഷേ ആക്രമണം നടത്തേണ്ടവർ ആശുപത്രിയിലാണ്. അവർ തിരിച്ചു വരണം. പ്രത്യാക്രമണം ഉടനെയൊന്നും നടപ്പിലാകാൻ സാധ്യത കുറവാണ്. മറ്റ് രാജ്യത്തിരുന്ന് നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങളിൽ നിന്നും തങ്ങളുടെ ജനങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത് ഓരോ രാജ്യത്തിൻ്റെയും ചുമതലയാണ്. ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ചുമതലയാണ് തങ്ങളുടെ ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇസ്രയേലിലേക്ക് മിസൈൽ തൊടുക്കുന്ന ഹിസ്ബുള്ളയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇസ്രയേലാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അതുമാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ.
ഇനി ഇവിടെയുള്ള ഏഷ്യാനെറ്റിൻ്റെ കാര്യം നോക്കാം. ഇസ്രയേൽ ആരെയെങ്കിലും ആക്രമിക്കരുത് എന്ന് ഇവിടെ ഇരുന്ന് ഏഷ്യാനെറ്റിന് നിർദ്ദേശം നൽകാം. ഇങ്ങനെ ആവശ്യപ്പെടുന്നവർ ഇസ്രയേലിൽ ചെന്ന് അവരുടെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല കൂടി ഏറ്റെടുക്കുമോ എന്ന് നമുക്കറിയില്ല. തങ്ങളുടെയൊക്കെ നേതാക്കന്മാരെ മൊസാദ് ടാർഗറ്റ് ചെയ്യുകയുള്ളൂ എന്ന് കരുതിയിരുന്ന ഹിസ്ബുള്ള അണികൾ ഇപ്പോൾ ഒരു ഭീകരാവസ്ഥ മനസ്സിലാക്കുന്നു. താഴെ ഇരിക്കുന്നവൻ്റെ നേരെയും ഇസ്രയേൽ തോക്ക് ചൂണ്ടിയിട്ടുണ്ട് എന്ന്. അവൻ്റെ ശരീരത്തെ സകലമാന ഞരമ്പുകളിലും ഒരു വിറയൽ ഇന്ന് ബാധിച്ചിട്ടുണ്ടാകും. ഏഷ്യാനെറ്റ് ഇന്ന് ആ ഇസ്രയേലിനോട് പ്രതിഷേധിച്ചു. കാരണം ഇങ്ങനെയൊക്കെ കയറി മേഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള ഭീകരവാദം മുഴുവൻ അവസാനിച്ചു പോവുകയില്ലേ? ഞങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും വേണം. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഹിസ്ബുള്ള മിസൈൽ വിടുമ്പോൾ അതെങ്ങനെയെങ്കിലും തടയാൻ നോക്കുന്നതല്ലേ ബുദ്ധി. ലോക ഭീകരരെ ഒന്നും തുടരുത്. അവരെ കാണുമ്പോൾ കഴിയുന്നെങ്കിൽ ഒരു ഉമ്മ കൊടുക്കുക. ഏഷ്യാനെറ്റിനുള്ള മറ്റൊരു ടെൻഷൻ ഇന്ന് ഈ ടെക്നോളജി ഭീകര സംഘടനകളുടെ കയ്യിൽ ചെന്നാൽ പിന്നെ ലോകത്തിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളതാണ്. ഇസ്രയേലുകാർ ഇന്ന് രാവിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി ലോകത്തുള്ള എല്ലാ ഭീകരന്മാർക്കും ഈ ടെക്നോളജി വിതരണം ചെയ്യും എന്നാണ് ഏഷ്യാനെറ്റ് ധരിച്ചിരിക്കുന്നത്. മൊസാദ് മുമ്പ് ഭീകര നേതാക്കന്മാരെ കൊലപ്പെടുത്തിയിരുന്ന പല കെമിക്കൽ രാസവസ്തുക്കളും എന്താണെന്ന് ഇന്നും ലോകത്തിന് അറിയില്ല. മൊസാദിൽ തന്നെ പലർക്കും അതെന്താണെന്ന് അറിയുകയുമില്ല. അപ്പോൾ ഈ ടെക്നോളജിയും ലോകത്തിന് കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും. വിവരമുള്ളവർ പണ്ടെങ്ങോ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ഹാവ് ഗൺ ഇൻ യുവർ ഹാൻഡ് യു ക്യാൻ എക്സ്പെക്ട് ബുള്ളറ്റ്സ് ടു. നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുള്ളറ്റുകളും കൂടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഹിസ്ബുള്ള നേതൃത്വത്തിൻ്റെ ആ ഒരൊറ്റ തീരുമാനം വിദഗ്ധമായി ഊറ്റിയെടുത്ത് അത് തങ്ങൾക്ക് അനുകൂലമായ ഒരു ആയുധമാക്കി മാറ്റാൻ മൊസാദ് കാണിച്ച ബ്രില്യൻസ്, അത് ലോകത്തിലെ 1-ാം നമ്പർ ബ്രില്യൻസ് തന്നെ എന്ന് പറയേണ്ടി വരും. ഇറാനിലെ കൊട്ടാരത്തിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരുടെ ഇടയിലും ഹിസ്ബുള്ളയിലെ ടോപ്പ് ബ്രാസ് തീരുമാനം എടുക്കുമ്പോഴും അവയെല്ലാം കൃത്യമായി അറിയാനുള്ള കഴിവ് മൊസാദിനുണ്ട് എന്ന് പറയുമ്പോൾ ഈ തീവ്രവാദി സംഘടനകളൊക്കെ പിരിച്ചുവിട്ട് ആട് മേയ്ക്കാൻ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്ന് ചിന്തിക്കുന്നതാണ് അഭികാമ്യം. ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിലെ PFIക്കാർ മോദിയെ സ്തുതിച്ചു തുടങ്ങും. ഡോവലൊക്കെ എന്ത് പാവങ്ങളാണ് എന്ന് ഇനി അവർ പറയാൻ തുടങ്ങും. ബാലകൃഷ്ണ ടെക് ഗുരു എന്നൊക്കെ കണ്ടിട്ടായിരിക്കാം റിൻസൺ ജോസിൻ്റെ അടുത്ത് തീവ്രവാദികൾ കൂടിയത്. കണ്ണൂരിനടുത്ത് കിടക്കുന്നത് കൊണ്ട് സ്റ്റീൽ ബോംബോ ഐസ്ക്രീം ബോംബോ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കാം. ഇസ്രയേലുകളാണ് സമീപിച്ചതെങ്കിൽ ബെയ്റൂട്ടിൽ ഇനി സ്റ്റീൽ ബോംബോ ഐസ്ക്രീം ബോംബോ പൊട്ടിത്തെറിക്കുമോ എന്ന് മാത്രമേ കാണാനുള്ളൂ.